മാസങ്ങൾക്ക് ശേഷം നമ്മൾ തിരുമ്പി വന്നു മച്ചാന്മാരെ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത് ഗൈസ്. ഇന്ത്യൻ ബൈക്ക് 3D നമ്മൾ റിച്ചായ എല്ലാവർക്കും അറിയായിരിക്കും. റിയൽ ലൈഫ് സീരീസ് ഗൈസ് അതെല്ലാവർക്കും അറിയായിരിക്കും ഗൈസ്. അതുടനെ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. ഇന്ന് ഞാൻ യൂട്യൂബറാണ് ഗൈസ്. ഗൈസ്. എന്തായാലും എനിക്കും ഒരു റൺവേ സെറ്റ് ചെയ്യണം ഗൈസ്. യൂട്യൂബറൊക്കെ അല്ലേ, എനിക്ക് കുറേ വണ്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഓരോ വണ്ടിയായിട്ട്. കെനിമിനാലിറ്റി എന്നാണ് എൻ്റെ പേര് ഗൈസ്. കുറേ വണ്ടി. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടികളൊക്കെ കാണാം ഗൈസ്. ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര താറാണ് ഗൈസ്. മഹീന്ദ്ര താർ ഗൈസ്. ഇതാണ് മഹീന്ദ്ര താർ ഗൈസ്. കൊള്ളാമോ ഗൈസ് മഹീന്ദ്ര താർ ഗൈസ്. നമ്മൾ യൂട്യൂബറായിട്ട് കളിക്കുകയാണ് ഗൈസ്. ഈ യൂട്യൂബറുടെ പേരറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല, കനിമിനാലിറ്റി എന്നൊന്നും എനിക്കറിയത്തില്ല എന്തോ പേരെന്ന് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. നമ്മൾ ആ യൂട്യൂബറായിട്ടാണ് കളിക്കുന്നത്. നമുക്ക് കുറേ വണ്ടീസൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഇത് കണ്ട ഗൈസ്, പുലേറോ ആണ് ഗൈസ്. പിന്നെ വരുന്നത് ഇതാണ് ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ ഫോർച്യൂണറാണ്. പിന്നെ നമുക്കൊരു ഇതും വരുന്നുണ്ട് ഗൈസ്, നമ്മുടെ ബൈക്കുകൾ വരുന്നുണ്ട് ഗൈസ്. ഇതുണ്ട് യമഹയുടെ ഒരു ബൈക്കാണ് ഇത് ഗൈസ്. യമഹയുടെ ഒരു ബൈക്കാണ് ഗൈസ്. പിന്നെ നമുക്കൊരു വെറൈറ്റി ബൈക്കുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. വെറൈറ്റി ബൈക്കാണ് ഗൈസ് കാണിക്കാൻ പോണത് ഗൈസ്. ഇതാണ് നമ്മുടെ വെറൈറ്റി ബൈക്ക് ഗൈസ്. കണ്ട ഗൈസ്, ഈ ബൈക്കിൻ്റെ പേരെന്തോ കുടപ്പ ബൈക്കോ ഗൈസ്, എനിക്കറിയത്തില്ല എന്തോ പേരെന്ന് ഗൈസ്. ഇതിൻ്റെ പേര് ഞാൻ മേടിച്ചപ്പം റക്ക ബൈക്ക് എന്നാണ് പറഞ്ഞത്. ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ബൈക്കാണ് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നേരെ പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം ഇതാണ് ഗൈസ്, നമ്മുടെ സ്വന്തം നിസാൻ GTR ആണ് ഗൈസ്. നമുക്ക് നേരെ നമ്മൾ നിസാൻ GTR എടുത്ത് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോയേക്കാം മച്ചാമാരെ. നമുക്ക് നേരെ നമ്മുടെ ഇതെടുത്ത് നേരെ സ്ഥലത്തോട്ട് പോകാനുള്ള പരിപാടി നോക്കാം ഗൈസ്. നമ്മൾ നേരെ വണ്ടി ഓട്ടിക്കുകയാണ് ഗൈസ്. നമുക്ക് നേരെ എൻജിനീയറെ കാണണം ഗൈസ്. ഇവിടെയാണ് എൻജിനീയർ നിൽക്കാമെന്ന് പറഞ്ഞ ഗൈസ്. എൻജിനീയർ ചേട്ടാ ഗൈസ്, നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് എൻജിനീയറോട് സംസാരിക്കാം ഗൈസ്. നമുക്കിവിടെ വണ്ടി നിർത്താം. എൻജിനീയർ ചേട്ടാ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് എൻജിനീയർ ചേട്ടനോടെല്ലാം സംസാരിക്കാം. ഹലോ എൻജിനീയർ ചേട്ടാ. മോനെ കാര്യം പറ മോനെ. വലിയൊരു യൂട്യൂബർ അതിനെ സാറേന്ന് വിളിച്ചൂടെ? മോനെ എന്ന് വിളിക്കുന്ന. സോറി സാർ, എന്താ സാർ വന്നതൊന്ന് പറയാമോ? എൻ്റെ വീട്ടിലൊരു റൺവേ സെറ്റ് ചെയ്യണം. മറ്റേ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത പോലത്തെ റൺവേയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് എത്ര റേറ്റ് ആവും ചേട്ടാ? ഇതിനൊരു 20 ലക്ഷം രൂപയാവും. അതൊന്നും എനിക്ക് വിഷയമല്ല ചേട്ടാ. 2 ദിവസത്തിനകം പണി തീർക്കണം കേട്ടോ ചേട്ടാ. 2 ബംഗാളികളെയും കൂടെ എടുത്തേക്കാ. ശരി മോനെ. എൻജിനീയർ ചേട്ടാ വണ്ടിക്കകത്ത് കയറി ഗൈസ്. ഇതോ ഇരിക്കുന്ന എൻജിനീയർ ചേട്ടാ വണ്ടിക്കകത്ത് ഗൈസ്. ആ വണ്ടിക്കകത്ത് കയറി ഇരിക്കുവാണ്. ഇവിടെ വേറെ ആരോ ഡീൽ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ തന്നെ എൻജിനീയർ ചേട്ടൻ നിൽക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് അടുത്തയായിട്ട് കൊണ്ട് നമ്മുടെ ചോട്ടാ ഭീമിനെ പിക്ക് ചെയ്യാനാണ് ഗൈസ്. നമ്മുടെ ചോട്ടാ ഭീമില്ലേ ഗൈസ്, നമ്മുടെ ഡോലപ്പൂരിലെ ഗൈസ്, അതിനെ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം ഗൈസ്. അടുത്ത വീഡിയോ ഏത് കാർട്ടൂൺ ക്യാരക്ടറെയാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്. കൊണ്ടുവരണ്ടേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. കാർട്ടൂൺ ക്യാരക്ടറോ സൂപ്പർമാനോ സ്പൈഡർമാനോ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ കൊണ്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഗൈസ്. നമുക്ക് നേരെ പോവാം ഗൈസ്. പോവാം ഗൈസ്. നമ്മൾ നേരെ പോകണം കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി കയറി നമുക്ക് പെട്ടെന്ന് എത്തണം ഗൈസ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. റോക്ക് ടു 100K ആണ് ഗൈസ്. എല്ലാവരും 100K മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക ഗൈസ് കേട്ടാ മച്ചാമാരെ. നമുക്ക് നേരെ പോയേക്കാം ഗൈസ്. നമ്മൾ നേരെ പോകണം ഗൈസ്. നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതെ ആരും കാണരുത്. ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. നമുക്ക് നേരെ പോകാം ഗൈസ്. നമ്മൾ നേരെ പോകണം കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടിയിൽ ഗൈസ് ഏകദേശം എത്താറായി ഗൈസ്. വില്ലേജൊക്കെ കാണുന്നുണ്ട്. വില്ലേജിൻ്റെ അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. നമുക്ക് റെയിൽവേ പാളം എത്തിയിട്ട് കാണാം ഗൈസ്. നമുക്ക് നേരെ റെയിൽവേ പാളം എത്തിയിട്ടാണ് ഗൈസ്. നമുക്ക് ഈ ചേച്ചിയോട് ചോദിക്കാം ഡോലപ്പൂരിലേക്കുള്ള ട്രെയിൻ അപ്പോൾ വരുമെന്ന്. ചേച്ചി ഡോലപ്പൂരിലേക്കുള്ള ട്രെയിൻ അപ്പോൾ വരും ഇങ്ങോട്ട്? മഹാരാജാവിന്റെ സാധനമൊക്കെ കൊണ്ടുവരുന്ന ട്രെയിനാണോ സാറേ? ആണ് കുട്ടി. ആ ട്രെയിനാ ചോദിച്ചത്. അത് ഈ ചോട്ടാബിയും വരുന്നുണ്ട്. ഞാൻ ചേട്ടൻ്റെ സബ്സ്ക്രൈബറാണ് കിട്ടും. ആ കുട്ടി പോയിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് നേരെ ഇവിടെ കാത്തിരിക്കാം ഗെയ്സ്. ട്രെയിൻ വരുന്നുണ്ട് ഗെയ്സ്. ഡോലപ്പൂരി എന്നുള്ള ട്രെയിൻ ഇപ്പോൾ എത്തുന്നതാണ് ഗെയ്സ്. മഹാരാജാവിൻ്റെ സാധനമൊക്കെ കൊണ്ടുപോയ ട്രെയിനാണ്. പക്ഷേ അത് ഈ ചോട്ടാ ഭീമിനെ കയറ്റി വിട്ടിട്ടുണ്ട് മഹാരാജാവ് ഗെയ്സ്. നമുക്ക് നേരെ വെയിറ്റ് ചെയ്യാം ഗെയ്സ്. നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം ഗെയ്സ്. എന്തിയെ വരട്ടെ ഗെയ്സ്. ചോട്ടാ ഭീമേ വാ ഗെയ്സ്. ചോട്ടാ ഭീം. ഹലോ ചോട്ടാ ഭീമേ.
ചോട്ടാ ഭീമേ ഡോലപ്പുരി നീ വന്നോ? ലഡു കൊണ്ടുവന്നിട്ടുണ്ടോ നിനക്ക് പാഴ്സൽ? വണ്ടി കയറാം ഗെയ്സ്, നമുക്ക് നേരെ പോയിക്കും ഗെയ്സ്. നമ്മുടെ കൂടെ ചോട്ടാ ഭീമും ഉണ്ട്. എടാ ചോട്ടാ ഭീമേ, നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം ഗെയ്സ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോകാം ഗെയ്സ്. ഇപ്പം റൺവേ ഒക്കെ സെറ്റാക്കി കാണും ഗെയ്സ്. നമ്മുടെ ബാക്കി വണ്ടിയൊക്കെ ഗ്യാരേജിൽ കൊണ്ടുവച്ചെന്നാണ് തോന്നുന്നത്, റൺവേ കെട്ടാനുള്ള സ്ഥലത്തിന് വേണ്ടി ഗെയ്സ്. നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഇറങ്ങാം ഗൈസ്. ചോട്ടാ ഭീമിനെ ഇറക്കണം ഗെയ്സ്. നമുക്ക് നേരെ ഇറങ്ങാം ഗൈസ്. ഗെയ്സ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചോട്ടാ ഭീം നേരത്തെ തന്നെ ഇറങ്ങി ഓടി ഗെയ്സ്. ചോട്ടാ ഭീം നേരെ തന്നെ ഓടിയിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ വീട്ടിനകത്ത് ലഡു ഇന്നലെ ബേക്കറിയിൽ നിന്ന് മേടിച്ചായിരുന്നു ഗെയ്സ്. അത് കഴിക്കാൻ വേണ്ടി ചോട്ടാ ഭീം ഓടിയിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് അവനെ ഒന്ന് കാണണം ഗെയ്സ്. നമുക്ക് ഇനി ഇവിടെ നിൽക്കാം ഗെയ്സ്. ഇങ്ങനെ നമ്മൾ കണ്ട ഗെയ്സ്, പൂളിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനമൊക്കെ സെറ്റാക്കാനുണ്ട് ഗെയ്സ്. കണ്ട ഗെയ്സ്, ഇതാണ് പൂളിൻ്റെ അടുത്ത് സെറ്റാക്കിയത് ഗെയ്സ്. നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ മച്ചാമാരെ. നമുക്ക് നേരെ കാണാം നമ്മുടെ പൂളിൻ്റെ ഭാഗമൊക്കെ ഗെയ്സ്. കണ്ട ഗെയ്സ്, നല്ല വൈബല്ലേ ഗെയ്സ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ഗെയ്സ് പൂളിന് ചുറ്റും ഗെയ്സ്. നമുക്ക് കുറച്ച് മൂളിപ്പാട്ടൊക്കെ പാടാം. മൂളിപ്പാട്ടും പാടി മൂളിപ്പാട്ടും പാടി മൂളിപ്പാട്ടും പാടി മൂളിപ്പാട്ടും പാടി മുള 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 മൂളിപ്പാട്ടുകൾ പാടാം ഗെയ്സ്. ഇനി നമുക്ക് കാണാം ഗെയ്സ്. ഇതാണ് ഗെയ്സ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ടുള്ളൊരു തറയാണ് ഗെയ്സ്. ഇവിടെ നമുക്ക് ചാടാൻ പറ്റും. ഇവിടെ സോഫയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം മേടിച്ച് ഗെയ്സ്. ഈ സോഫയൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം ഗെയ്സ് കേട്ടോ ഗെയ്സ്. നമ്മൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയായിരിക്കും ഗെയ്സ്. നമ്മൾ ഈ യൂട്യൂബറായിട്ട് കുറച്ച് നാൾ കളിക്കുന്നതായിരിക്കും ഗെയ്സ്. പിന്നെ നമുക്ക് നേരെ വീട്ടിനകത്തോട്ട് പോകണം ഗെയ്സ്. ചോട്ടാ ഭീമിനെ കാണണം ഗെയ്സ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയൊക്കെ ഗെയ്സ്. നമുക്ക് ചോട്ടാ ഭീമേ, എത്ര നേരം നീ എവിടെ പോയി കിടന്നേ ഭീമേ? നീ എവിടെ പോയി കിടന്നേ? ഭീമേ പെട്ടെന്ന് ചെയ്യും. നീ എന്തോ ഇപ്പം ചെയ്യുന്നത്? ഹൈസപ്പാണോ ചെയ്യുന്നത്? എടാ പെട്ടെന്നൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് പോയിട്ട് വരാം ഗെയ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റോഡ് ടു 100K ആണ് ഗൈസ്. പിന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആരൊക്കെ കൊണ്ടുവരണം ഗൈസ്. ഇത്രേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ, ബി സേഫ്, ബൈ ബൈ.